നീ മോങ്ങയിട്ട് നീ ആ സാധനം എവിടെ വെച്ചിട്ടുള്ളത്? നീ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ ഞാൻ നിന്റെ ഇൻസ്റ്റാൾമെന്റ് സാധനങ്ങളൂടെ ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ല. നീ കുപ്പിയെടുക്കണേ കുപ്പിയെടുക്കണേ. ഞാനൊരു സാധനം ഇവിടെ ഞാൻ സാധനം മേടിച്ചു വെച്ച കുപ്പിയെടുക്കണേ കുപ്പിയെടുക്കണേ സാധനം പറ്റിച്ചോളാൻ നീയല്ല നിന്റെ അപ്പുറത്തോളം പറ്റോ പറ്റോ നീയോടോ 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 സാധനം നീ എന്നെ നീ പറഞ്ഞ് കേക്കണ്ട നീ പറഞ്ഞ് കേക്കണ്ട ചുപ്പോ സാധനം സാധനം വർത്താനം സംഭവം കഴുത്തിൽ വീഴും. സാധനം എവിടെ ഇരിക്കുന്ന സംഭവം സാധനം എവിടെ ഇരിക്കുന്നത് നീ പറയാൻ എവിടെ ഇരിക്കുന്ന സാധനം എവിടെ ഇരിക്കുന്ന സാധനം അവിടെ പുതിയ നേരത്തെ പറയുന്നത് വിറകിന്റെ അടിയിലാണോ? നമുക്ക് അത്രയും കിട്ടിയാൽ മതി വിറകിന്റെ അടിയിൽ. ഓക്കെ നോ പ്രോബ്ലം. ഇനി പ്രശ്നമില്ലല്ലോ ഇനി പ്രശ്നങ്ങൾ തീർന്നു. എന്റെ സംഭവം കിട്ടിയാൽ മതി നീ അത് പറയ നീ അത് പറയണ്ടേ? ഓക്കെ നോ പ്രോബ്ലം. ഡോണ്ട് വറി ബി ഹാപ്പി. ഓക്കെ നീ പോടി നിങ്ങൾ എന്താ പക്ഷെ എന്റെ അളിയ ശീതളൻ ഇവള് ഭർത്താവ് എനിക്കറിയാലോ മുഴുവൻ വെള്ളത്തിലാണ് സാറേ. വെള്ളത്തിലോ? വെള്ളത്തിലപ്പോ എന്താ അപ്പൊ പണിക്ക് പോണില്ലേ? പോണ്ട് സാറേ മദ്യത്തിലാണ് കുടിക്കാണ്. വീട്ടില് വന്നിട്ട് ബഹളം വെക്കും സാറേ. ഓ അത് ശരി. അല്ല അങ്ങനെ ഒരു സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല മാഷെ ഈയിടെ ആയിട്ട് കുടി കുറച്ച് കൂടുതലാ. എന്നെ ഉപദ്രവിക്കും, വാക്കത്തേക്ക് വെട്ടാനൊക്കെ വരും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറം സാറേ. പുറത്തങ്ങനെ കാണാനൊന്നുമില്ല, ഒന്നും പ്രശ്നമില്ല, പണിക്കെല്ലാം പോവും. പക്ഷെ വീട്ടിൽ വന്ന ഇല്ല തച്ച് പൊളിക്കും സാറേ. ഈ കണ്ണാടി കുപ്പി കറസ്ഥല എത്ര പ്രാവശ്യം നേരം മേണിക്കല്. അല്ല ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? മാഷ് ഒന്ന് പറയണം. ഞാനൊക്കെ പറഞ്ഞ കേൾക്കുമെന്നാണ് എനിക്ക്. കുട്ടികളായിരുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പൊ അവരനുസരിച്ചു എന്നൊക്കെ വരും. ഇതിപ്പോ ഇത്രയും പ്രായമൊക്കെ ആയി സ്ഥിതിക്കേ മാഷ് ഒന്ന് പറയണം മാഷെ. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. ഈ ആളിപ്പോ എവിടെ ഉണ്ട്? വർക്ക്ഷോപ്പിലുണ്ടാവും.
വർക്ക്ഷോപ്പിലുള്ള സമയത്ത് ഇങ്ങനെ കുടിച്ചിരിക്കില്ല? ഇല്ല, പണി സമയത്ത് കുടിക്കൂല. ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന പറയണ്. അതെ മാഷ നമ്മൾ പ്രതീക്ഷ. ഇനി ആരോടും പറയാൻ ബാക്കിയില്ല. ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം. എന്നാ പിന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. മാഷ് ഇന്ന് തന്നെ കാണണേ? ഇന്ന് തന്നെ കാണാം. ശരി മാഷ്. ശരി ശരി. എന്നാ പറയപ്പെടുന്നു. കണ്ണറിയുന്നോളെ അമരത്തിൻ പൂന്തണലിൽ വാടിന് തന്നോളെ നരിവാളം വെളിയിൽ കണ്ണറിയുന്നോളെ അമരത്തിൻ പൂന്തണലിൽ വാടിന് തന്നോളെ. നാല് സൈഡിൽ സ്പോട്ട് ചെയ്യട്ടാ. എപ്പ തന്നതായി പണിക്ക്? കഴിഞ്ഞ ആഴ്ച തന്നല്ലേ? തീരണ്ടേ മോനെ? ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പണിയും കിട്ടുള്ളൂ ഇവിടെ. അതായിക്കോട്ടെ. അപ്പൊ സുമേഷന്റെ പണി വൃത്തിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ സാധനത്തിന് ഒരു സമയമുണ്ടല്ലോ. ഇത് അടുത്ത ആഴ്ച കൊടുക്കണ്ടാണ് അവിടെ. ആ ഡേറ്റ് അങ്ങോട്ട് മാറ്റി തരാൻ വേണ്ടി പറഞ്ഞാ പോരെ? എന്തെന്ന് അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനമാണ് അതില്ലടെ. നമുക്ക് അതിന്റെ പിറ്റത്തെ മാസാക്കി തരാൻ പറഞ്ഞു. ചെയ്തോന്നാ എന്തേലും ചെയ്യും. എടാ അതെ നേരെ എളുപ്പത്തൊന്നും ചെയ്യട്ടെ, അടി തീരില്ല അത്. ഇത് മാറും തുടരുത്. കയ്യും കാലും പറ്റിക്കഴിഞ്ഞാൽ ഇത് മാറുന്നുണ്ടാ. ഇത് ഞാൻ തന്നെ ചെയ്ത് തീർത്തോളും. എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ തീർക്കും. ശീതളൻ? ആര്യ? ശീതളൻ. ശീതളൻ. ശീതളനാ? നിങ്ങളാരാ? ഞാനൊരു മാഷാ. അകത്തുണ്ട് ആള്. അകത്ത് ആളുണ്ട്. ശീതളോ, ശീതളോ, ഇത് ആരോ വന്നിരിക്കുന്നു. മാഷേ ഇതെന്താ? ഒന്നുമില്ല, ഞാൻ ഈ വഴി ഇങ്ങനെ പോയപ്പോഴേ അപ്പൊ വെറുതെ ഒന്ന് കയറി അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നുമില്ല. വല്ല പണി എന്തെങ്കിലും ഏൽപ്പിക്കാനാണോ? എനിക്ക് എന്ത് പണി അവിടെ? അല്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ ഇരിക്കാൻ എടാ ഒരു കസാരണ്ട്. താനാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ ആള്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഫോർമാനാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ പണിയൊക്കെ ഉണ്ട് ഇവിടെ? കുഴപ്പമില്ല, അതായത് പണിയുണ്ട്. ഞാൻ കൊറേ ദിവസമായി ഈ വഴിയൊക്കെ അങ്ങനെ പോകുമ്പോഴേ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീട്ടിലിപ്പോ? വീട്ടില് ഭാര്യ, രണ്ട് മക്കളും. രണ്ട് മക്കള്? രണ്ട് മക്കള്. കുട്ടികള് ഒരു മോനും ഒരു മോളും. പഠിക്കണമല്ലേ? ഉണ്ട്. ഒരാള് 3-ല്, ഒരാളിപ്പോ 5ാം ക്ലാസ്സിലേക്ക്. പഠിപ്പിക്കൊക്കെ വേണം. എന്താ ഉണ്ട്. പിന്നെ അവളുണ്ടല്ലോ, അവള് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല അവള് ശ്രദ്ധിച്ചാ പോരെ? അതെ, നീയും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ അല്ലേ. ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം നമ്മുടെ കവലയിൽ വെച്ചിട്ട് നമ്മുടെ ബാലനെ കണ്ടു. ബാലൻ മറ്റേ പള്ളിയിലെ ബാലൻ. അതിന്റെ കൂടെ പഠിച്ചിരുന്നു. അതെ, ബാലൻ ഗൾഫിലൊക്കെ പോയില്ലേ? ഗൾഫിലൊക്കെ പോയി നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവനൊന്ന് കാണുണ്ടായി. ലേശം മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് കണ്ടത്. എന്താ പക്ഷെ അസുഖം? അസുഖമൊന്നും അല്ലടോ, നല്ല വെള്ളത്തിലാ. അത് ശരി. മുണ്ടില്ല, ജെട്ടിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. എന്നോട് കണ്ടപ്പോ ഐ മാഷല്ലേ എന്നുള്ളൊരു തോന്നല്. നേരെ അടുത്തേക്കിട്ട് വന്നിട്ട് ഗുഡ് ഈവനിങ് മാഷേന്ന് ഒരൊറ്റ പടന് കൊടുത്തു ചെകിടത്ത്. അല്ല കൊടുക്കണ്ടേ? അത് വേണം, അത് അതാ പറയുന്നത്. ഒരാള് ഒരക്ഷരം പറഞ്ഞില്ല, ചെയ്തത് നന്നായിന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ വീട് വരുന്നു പോയി. മാഷെ ആളുടെ വീട്ടിലേക്ക് പോയാ? പോയി പോണ്ടേ, നമ്മുടെ കുട്ടികളല്ലേ. അങ്ങനെ പോയി അന്വേഷിക്കുമ്പോ എന്താ സ്ഥിതി? കള്ള് കുട്ടിച്ചിങ്ങോട്ട് വന്നിട്ട് പുതിര തല്ലുക ഭാര്യയെ, അതേപോലെ തന്നെ കുട്ടികളെ മർദ്ദിക്കുക.
ഇതൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന പണിയാണ്. അല്ല ഇപ്പൊ അവന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ വന്നത് എന്താണെന്നറിയോ? എന്താ പക്ഷേ ഞാന് ഒരു ചെറിയ ഒരു ന്യൂസ് കേട്ടു. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് അറിയാലോ എന്ന് കൂടി വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിയതാ. എന്താ പക്ഷേ? ഒന്നുമല്ല, നീ കുറേശ്ശെ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടു. ആര്? അല്ല ഞാനോ? ആരെയും പറഞ്ഞു മാഷോട്? ആരെയും പറഞ്ഞു? പറഞ്ഞതാരെങ്കിലും ആവട്ടെ, അങ്ങനെ കഴിക്കുന്നുണ്ടോ? കഴിക്കില്ലേ? അങ്ങനല്ലേ വല്ല കല്യാണത്തിനൊക്കെ. എടോ ശീതള, മൂക്കറ്റം കള്ളും കുടിച്ച് നാണല്ലാതെ വീട്ടിൽ വന്ന് ഭാര്യയും മക്കളെയൊക്കെ തല്ലുക മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അല്ലേ? ആരെ മാഷോട് പറഞ്ഞത് ആരോ ആവട്ടെ, സംഗതി ശരിയാണോ? പണ്ട് പറഞ്ഞിട്ടുണ്ടാവൂലേ? എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവൂല. വണ്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞതാണ്. അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കത് ഭയങ്കര വിഷമായിട്ട് തോന്നി. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം, ഇനി നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഗതികൾ ഉണ്ടാവരുത്. ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതാ ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. ആ വരവ് അത്ര നല്ലതാവില്ല കേട്ടോ. അപ്പൊ എന്നെ ഇനി വരുത്തിക്കരുത് പടങ്ങി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയാലോ? കുടിക്കാന്തെങ്കിലും? എനിക്ക് കുടിക്കാനൊന്നും വേണ്ടോ, നീ നിന്റെ കൂടി നിർത്തിയാ മതി. എന്നാ ശരി. ശരി മാഷേ. എന്ത് കാണിക്കുന്നവരെ പണിയാലോ ചോദിക്കും. നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ ഇപ്പൊ മാഷിന്റെ അടുത്ത് പോയി പറഞ്ഞതിനുള്ളു. മണ്ടോ ഒരു കണ്ട വാദ്യമാരെ കൊണ്ട് എന്നെ ഉപയോഗിച്ച് വാദ്യാരന്മാരെ സുധണ്ണ മൊയ്തു ചാടി പിടിക്കാവന. സുധണ്ണ ഒന്നും വെളി വന്നിരിക്കേ അണ്ണാ. ഞാൻ വാതില് തുറക്കാമെന്നാണ് ഇവൻ പുറകിൽ ഒളിച്ചു നിന്നിട്ട് ഒറ്റ ഓട്ടം കണ്ടില്ല. നീ എടുക്കണ ഓർണേ? എനിക്ക് പൈന്റ് പൈന്റ് കിടക്കാതെ சொன்னല്ലേ? நான் ஒரு பைண்ட் இல்ல ചോദിച്ചുള്ളൂ, 2 സെന്റ് ഭൂമി എന്ന് ചോദിച്ചില്ലല്ലോ. താണ്ട ഉണ്ണ ഇങ്ങ കൂട്ടിട്ട് വന്നേ. ഒരു ക്വാർട്ടർ. അപ്പൊ പൈന്റ് പോയി ക്വാർട്ടർ അടിച്ചാ? ഒരു ക്വാർട്ടർ അടിച്ചാ ഞാൻ നിർത്തും. കിടക്കാതെ ഒരു ക്വാർട്ടർ അടിച്ചാ ഞാൻ തലമുടിയാതെ சொன்னല്ലേ? ഒരു പെഗ് പെഗ് കിടക്കലേനാ? ഞാൻ ഒരു കലാകാരന്റെ മനസ്സ് മനസ്സിലാക്കില്ല സാർ. ഉനക്കിപ്പോ കള്ള് തരില്ലേനാ നീ എന്നെ പണ്ടുവേ? ഓടുവയാ? ഓടി പോടിയാ? വിട്ടുரு. ഒരു പെഗ് വിട്ടുரு. ഒരു പെഗ്. ഇവ ഓടി அந்த மதில் ஏறும்போது அந்த உலக்கெடுத்து 2 கால் அடிச்சு ஓடிச்சு. அப்படின்னா நல்ல குட்டியா உள்ளப்போ போ. வரம் பிடிக்கலடா. டேய் டேய் மறுபடியும் ஒரு குளுமால் வந்திருக்குது. ഞാൻ പറട്ടെ. ഇവിടെ വന്ന അടിച്ചു കൊല്ലുതാ കണ്ടോ? ഒലക്കാട്ട് അടിക്കൂലേ? ഈ മീശക്കാരൻ ഔട്ടിയാ, ഈ മീശക്കാരൻ ഔട്ടിയാ. നീ കൈയ്യഴിക്ക്. എനിക്ക് പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് കുഴപ്പമില്ലെന്ന്. നീ കൈയ്യഴിക്കണ കെട്ടായി തൂടില്ല. എന്ത് കുഴപ്പം? ഇല്ല വിട്ടുരുங்க. വാങ്ങ വാങ്ങ അതെങ്ക വാങ്ങ. അവർക്ക് തരില്ല. എനിക്ക് എന്തപ്പോ കുഴപ്പം? ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ടാ? കൊഞ്ച നേരം
இது உங்க பாரியா അതിന്റെ ഭാര്യ அழியனா நீங்க அணியனா അതെ അതെ അല്ലേ അതിനൊക്കെ സ്ഥലം കൈവിട്ടു. ഇപ്പൊ என்ன 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 ப்ராப்ளம் ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല. இல்ல ஒண்ணும் അതെ அங்க மன்மத சார் இருக்குது அவரை போய் பார்த்து பேரெல்லாம் ரைட் பண்ணுங்க நான் பாத்துக்கிறேன் നോക്കണം போங்க ഇത് കൊണ്ടുവരണ്ട. നീ എന്താ കാരണത്? அண்ணா சும்மா இருக்க போங்க നീ മണ്ട നീ കൊണ്ടുവന്നത് மிண்டாதங்கடா അതിന് பாருங்க உங்க மண்டு எங்கேயும் போகல அங்க இருக்கு അല്ല മാഷ എനിക്കൊരു കുഴപ്പമില്ലാന്ന്. இல்ல ഒരു കുഴപ്പമില്ല എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല ഓക്കെ 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 என்ன வேணும் இப்போ என்ன വേണം என்ன വേണം ഇവിടെ എന്ത് ചോദിച്ചാലും തരും. എന്ത് ചോദിച്ചാലും തരൂ എന്ത് ചോദിച്ചാലും ആ നമ്മ ഇപ്പൊ ഫ്രണ്ട്സ് നമ്മ എന്ത് വേണം ചോദിക്ക് മറ്റേണ്ട മറ്റേതിനെ മറ്റേണ്ട സൈഡ് പിച്ച് ഞാനും ഡെയിലി അടിപ്പ എങ്ങിട്ട് ഇരിക്കുന്നത് ആവശ്യത്തിന് പേരെന്താ പേരെന്താ? സുഗതൻ സാറിന്റെ പേരെന്താ? പ്യാരി പ്യാരി സുഗതൻ. நான் டெய்லி அடிப்பேன் സുഗതൻ പ്യാരി. டெய்லி நான் அடிப்பேன் ആ, okay, no problem. என் ரூம்ல இருக்குது போட்டா இருக்குது എനിക്കൊരു പ്രശ്നമില്ല. അവൾക്ക് ഭ്രാന്ത. അവൾക്ക് ഭ്രാന്ത. சரி அடிக்கலாம் டைம் களைய வேண்டாம் நமக்கு போய் அடிக்கலாம் അതെ ഓക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കൈയൊന്നും അഴിക്കാൻ പറ്റാത്ത குழப்பம் அடிச்சு கொடுக்க ഓക്കെ யாரு எதுக்கு இந்த அண்ணனுக்கு ஒரு பிரச்சனை இல்ல வருது മണ്ടുവിനെ വിളിച്ചിട്ട് വരാം. அவர் தெரியக்கூடாது ஒரு வாரம் நமக்கு இங்க உட்கார்ந்து அடிக்கலாம் ഓക്കെ 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 பாட்டுல இருக்குது யார் ரூம்ல ഞാൻ പറയാം. சரி அடிக்கலாமா നമുക്ക് വെറുതെ വേണ്ട ഷെയർ തരും. சரி ഓക്കെ அடி അല്ല എനിക്ക് ഇപ്പൊ 40 വയസ്സിൽ തന്നെ ഒരു 60 വയസ്സിലേക്കുള്ളത് കുടിച്ചു കഴിഞ്ഞു അല്ലേ ആള്. കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ചോദിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും തോന്നരുത് കേട്ടോ. നമ്മൾ ഈ മരുന്നൊക്കെ കൊടുത്ത് തുടങ്ങാനുള്ളതല്ലേ. അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണം. കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ മദ്യപിക്കുന്ന സ്വഭാവമുള്ള അച്ഛനോ അപ്പൂപ്പനോ അങ്ങനെ ആരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ല, ശീതളേട്ടന്റെ അച്ഛൻ കുടിക്കൂലേ? അച്ഛൻ കുടിക്കൂല അല്ലേ? പിന്നെ അപ്പൂപ്പന്റെ കാര്യം അറിഞ്ഞൂടാ. അത് അപ്പൂപ്പൻ്റെ കാര്യം അറിയാത്ത? എന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോഴേക്കും അപ്പൂപ്പൻ മരിച്ചു. ഓ, അപ്പം മരിച്ചില്ലേ? അവന്റെ വേറെ ഈ കൊച്ചപ്പന്മാരോ അങ്ങനെ ആരുമില്ല. ഇല്ല, അങ്ങനെ അമ്മാവന്മാരൊന്നും ഇല്ല. ഒന്നും കഴിയില്ല അല്ലേ? ഇല്ല. ആ ശരി, നന്നായി. സാറേ, ഈയിടെ ചികിത്സയിലെ രോഗികള് അവരെ നിർബന്ധിച്ച് മർദ്ദിച്ച് അവശരാക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് പറയുന്നത് കേട്ടില്ല. ശരിയെന്നോന്ന് അറിയില്ല. എന്തെങ്കിലും പറയണത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ മരുന്ന് കഴിക്കാത്തവരെ നമ്മൾ ഇച്ചിരി ഒന്ന് കൈയും കാലും ഒക്കെ കെട്ടി അവരെ എവിടെയെങ്കിലും കൊണ്ട് എത്തിയിട്ട് അവരെ ഈ തളയുണ്ടല്ലോ ഇങ്ങോട്ട് പിടിച്ചിട്ട് അണ്ണാക്കിലിട്ട് അങ്ങോട്ട് മരുന്ന് ഒഴിച്ചു കൊടുക്കും. മരുന്നുള്ളിൽ ചെല്ലണമല്ലോ. ചികിത്സ കഴിഞ്ഞാൽ പണിക്ക് പോകാൻ പറ്റുമോ? എന്തായാലും ചെയ്യണം. 1-ാം തരം വർക്ക്ഷോപ്പ് ജോലിക്കാരനാ സാറേ. ഇതിപ്പോ ഈ നമ്മള് 1-ാം തരം എന്നുള്ളത് ചിലപ്പോ ഒരു 4-ാം തരോ ചിലപ്പോ ഒരു 7-ാം തരോ ഒരു 10-ാം തരം വരെയൊക്കെ ആവും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, പണിക്ക് പോവാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, പേടിക്കണം. അല്ല, കള്ളുകുടി പൂർണ്ണമായിട്ട് നിർത്തുമല്ലോ അല്ലേ? അല്ല, കള്ളുകൂടി ഒരു 95% കള്ളിനോട് പിന്നെ ഒരു വിരക്തി ഉണ്ടാവും. സ്വഭാവത്തിന് വല്ല മാറ്റവും വരും? സ്വഭാവം മാറും. ചിലപ്പോ ഈ മരുന്ന് ചെല്ലുമ്പോ വയലന്റ് ആവും, ചിലപ്പോൾ അട്ടഹസിക്കും, വിളിച്ചു പോവും, ബഹളം വയ്ക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. അതേ ഉള്ളൂ, അല്ലാതെ വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവും. സാറേ, ഈ മദ്യം കഴിക്കുമ്പോൾ ഇതിന് അലർച്ചയും ഒച്ചപ്പാടും ബഹളും ഈ പറയുന്നതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം മരുന്ന് കഴിച്ചാൽ ഇതന്നെ ഉണ്ടാവും സാറേ? അല്ല, ഇത് പറഞ്ഞില്ല, ഇത് ഉള്ളിൽ കിടക്കുന്ന ഇതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്രമേണ അതൊക്കെ മാറിക്കോളും. അപ്പൊ ഇത് മരുന്ന് കൊടുത്തിട്ടാണോ മാറ്റണേ? കൊടുക്കും. ഈ മദ്യത്തിനോട് വിരക്തി തോന്നാനായിട്ട് ഡൈസൾഫറാം എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മദ്യത്തിനോടുള്ള എല്ലാ ആസക്തിയും അങ്ങ് നഷ്ടപ്പെടുക. ആളിന് തലയ്ക്ക് നേരത്തെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ലില്ല. കുഴപ്പമില്ല. പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തം. അല്ല, അത് പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കതിലും ഉണ്ടാവില്ലേ? പറഞ്ഞൊന്നും അങ്ങനെയല്ല. ഇതിപ്പോൾ മദ്യമല്ലേ, അത് അകത്ത് ചെന്നാൽ ആർക്കും ഉണ്ടാവും. കാണിക്കുന്ന കോലാഹലങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ഇതൊരു 21 ദിവസം 21 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അല്ല ഡോക്ടർ, 21 ദിവസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നാൽ മതി? മതി, നിങ്ങൾ 21 ദിവസം കഴിയുമ്പോഴേക്ക് വന്നാൽ മതി. ഡോക്ടർ, എങ്ങനെയെങ്കിലും ശീതളേട്ടനെ ഒന്ന് ശരിയാക്കണം. ശരിയാക്കും, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓക്കെ ആക്കി തരും നിങ്ങളുടെ ഹസ്ബൻഡിനെ കയ്യിൽ കേട്ടോ. ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ട് സാറേ. വെറും പ്രതീക്ഷയല്ല, 100% പ്രതീക്ഷ വെച്ചോളൂ കേട്ടോ. സന്തോഷമായിട്ട് പോകട്ടെ.